ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫിഷ് വയർ യൂസ് ചെയ്തിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഫിഷ് വയർ അല്ലെങ്കിൽ ഫിഷ് ടേപ്പ്. ഇത് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് സപ്ലൈസിൻ്റെ ഷോപ്സിലും അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള ഫിഷ് വയറാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ബേർഡ്സിനെയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഒരു 40 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 20 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിലാണ്. ഒരു സൈഡ് ആദ്യം ഇതുപോലെ 20 സെൻറ്റിമീറ്റർ ഒന്ന് മെഷർ ചെയ്തെടുത്തിട്ട് അതേ ലെങ്ത്തിലൊന്ന് ബാക്കിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ 40 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ബേർഡിനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ടേപ്പിൻ്റെ രണ്ട് എൻഡും ഇതുപോലെ ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ മേലെ കാണുന്ന സ്ട്രിപ്പ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി പിടിക്കുക. എന്നിട്ട് ഇവിടെ നന്നായി പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ കൂടി ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി നമുക്കിത് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കണം. ഇനി ഈ താഴെ കാണുന്ന സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി എടുത്ത ലൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ കാണുന്ന ഫസ്റ്റ് ലൂപ്പിന് തൊട്ട് താഴെ കാണുന്ന ലൂപ്പ് ഉണ്ടല്ലോ, ഇവിടെ താഴെ നിന്ന് മേളിലേക്ക് ഇതിങ്ങനെ എടുത്തിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇനി രണ്ട് എൻഡും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ ബേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മുടെ ബേർഡിൻ്റെ ടെയിൽ പോർഷനാണ്. നമുക്ക് ഇവിടെ ഒന്ന് ഒരു സ്റ്റേപ്ലർ യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ടെയിലിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇത്ര ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറച്ചിട്ട് ഒരു വി ഷേപ്പിലൊരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡിൽ ബേർഡിന് ഒരു ബീക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡ് കളറിലുള്ള ഫിഷ് ടേപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ബേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നമുക്ക് ഒരു തവണ കൂടി നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ഇതുപോലെ നമ്മൾ ടെയിലിൻ്റെ അവിടെയും പിന്നെ ഈ ബീക്കിൻ്റെ അവിടെയും നമ്മൾ ഇതുപോലെ സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഈ ബേർഡിന് കണ്ണ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ സൈസിലുള്ള പൊട്ടാണ്. ബ്ലാക്ക് കളറിലുള്ള ചെറിയ ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 2 എണ്ണമാണ് ആവശ്യമുള്ളത്. 2 പാരറ്റ്സും ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഹാങ്ങിങ് ഡെക്കർ പീസായിട്ടാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു റിങ് ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു യോഗർട്ട് കണ്ടെയ്നറിൻ്റെ ലിഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ പോർഷൻ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഒരു റിങ് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്കൊരു വുലൻ ത്രെഡ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലുള്ള വുലൻ ത്രെഡാണ്. ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ റിങ് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹാങ് ചെയ്യാനായിട്ട് ഒരു സൈഡിൽ ഇതുപോലെ കുറച്ച് ലെങ്ത്തിൽ ത്രെഡ് ഇതുപോലെ വിട്ടിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ലൂപ്പും കൂടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വേണം നമ്മുടെ ബേർഡ്സിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ റിങ്ങിൻ്റെ ഇവിടെ ആയിട്ട് ഈ 2 ബേർഡ്സിനെയും നമുക്ക് ഇതുപോലെ ഒന്ന് ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ റിങ് ഹാങ് ചെയ്യാനായിട്ട് ത്രെഡ് വിട്ടിട്ടില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മുടെ ബേർഡ്സിന് ഇതുപോലെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇതാ ലീവ്സിൻ്റെ ലേസ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമ്മുടെ ഈ റിങ് ഒന്ന് നമുക്ക് ചുറ്റി കൊടുക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ പാരറ്റ്സ് ഹാങ്ങിങ് ഡെക്കറിന്റെ ഫൈനൽ ലുക്ക്. നമുക്കിതാ ഇതുപോലെ വീട്ടിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ഡെക്കർ പീസാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് വർക്ക് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിടുക. പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.